ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനുവേണ്ടി ഒരു 7 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഒട്ടും തന്നെ നനവില്ലാതെ തന്നെ വേണം എടുക്കാനായിട്ട്. അതുപോലെ ഈ മാങ്ങ മുറിക്കുന്ന കത്തിയും ഇത് ഉപയോഗിക്കാൻ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നമ്മൾ ഒട്ടും തന്നെ നനവില്ലാതെ തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇത് മുഴുവൻ ഇപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം ആവശ്യമാണ്. കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയും കത്തിയും പാത്രങ്ങളും എല്ലാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം തുടച്ചെടുക്കാൻ പറഞ്ഞത് മാങ്ങ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒട്ടും നനവില്ലാതെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും പൂപ്പലോ ഒന്നും കൂടാതെ തന്നെ നല്ലതുപോലെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നു കൊള്ളും, ചീത്തയാവുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഒരു 3 ദിവസത്തിന് ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഈ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ടിട്ട് 3 ദിവസമായിട്ടുണ്ട്. ഈ മാങ്ങയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പിൻ്റെയും മാങ്ങയുടെയും വെള്ളമെല്ലാം ഊറി അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 7 പച്ചമുളകും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി പൊടിച്ചെടുക്കാനുണ്ട്. ഇതൊരു സീക്രട്ട് ഐറ്റമാണ്. അച്ചാറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ്. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നും 1/2 കപ്പ് ഉലുവയും 1/4 കപ്പ് കടുകും കൂടി കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 3ഉം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ടിന്നിലാക്കി നമുക്ക് നല്ലതുപോലെ മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അച്ചാർ ഉണ്ടാക്കാൻ സമയത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാമോളം എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് മുഴുവൻ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ആവശ്യത്തിനുള്ള എരിവുമാകും നല്ല കളറും കിട്ടും. അതിനു വേണ്ടിയാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്നായിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ എല്ലാം ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉലുവയും ഉഴുന്നും കടുകും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചത് കൊണ്ടാണ് 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണവും കുത്തലുമെല്ലാം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കൂട്ടുകൂടി ചേർത്താണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ അച്ചാറിന് നല്ല കൊഴുപ്പായിരിക്കും. മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റായിട്ടും നല്ല കൊഴുപ്പിലും ഇരിക്കും. അതിനു വേണ്ടിയാണ് ഈ പൊടിയും കൂടി ചേർക്കുന്നത്. മാങ്ങ ഇതുപോലെ 3 ദിവസം മുമ്പേ അരിഞ്ഞ് ഉപ്പിലിട്ടിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ അച്ചാർ നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പോലെ വഴറ്റി ഇതിൻ്റെ കുത്തലും പച്ചമണവും എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ അച്ചാർ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ ആവശ്യമായ പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം വഴറ്റുന്ന സമയത്ത് ഇടാതെ ഇപ്പോൾ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ആ കറിവേപ്പിലയുടെ നല്ല മണം ഇതിൽ തന്നെ ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം കായം പൊടി ചേർത്ത് കൊടുക്കാം. കായംപൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പോളം വിനാഗർ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വിനാഗിരിയുടെ ആവശ്യമില്ല ശരിക്കും. ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് പുളി ഇത്തിരി കുറവാണ്, അതുകൊണ്ട് 1/2 കപ്പോളം വിനാഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് നമ്മൾ മാങ്ങയിലേക്ക് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം ചേർന്ന് വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കാൻ പാടുള്ളൂ. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി നല്ലതുപോലെ ജോയിന്റ് ആയതിനു ശേഷം നോക്കിയപ്പോൾ അല്പം ഉപ്പിന്റെ കുറവുണ്ട്. നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു ഭരണിയിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് വേണം മാറ്റാൻ. പ്ലാസ്റ്റിക്കിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. വളരെ ടേസ്റ്റാണ്. എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരുന്ന് കൊള്ളും. അതല്ല, ഇനി കുറേ ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇതുപോലെയാണ് അച്ചാർ ഇടുന്നതെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.